നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ 5 ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയോട് പ്രതിഫലം ചോദിച്ച പ്രശസ്ത നടി ആരാണെന്ന് മലയാളികൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. കലോത്സവത്തിൽ പങ്കെടുത്ത് കലാതിലക പട്ടം നേടി അതിലൂടെ മലയാള സിനിമയിലെത്തി പ്രശസ്തയായ സിനിമാ താരത്തിൻ്റെ പണത്തിനോടുള്ള ആർത്തിയും പ്രശസ്തിയുടെ അഹങ്കാരവുമാണിതെന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തുറന്നങ്ങ് പറഞ്ഞു. അഭിവാദ്യങ്ങൾ സഖാവേ. വരാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കേവലം 10 മിനിറ്റ് വരുന്ന ഒരു അവതരണ ഗാനം നൃത്തരൂപത്തിലാക്കുവാനാണ് പ്രമുഖ നടി 5 ലക്ഷം രൂപ പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. ഇതൊരു ചതിയും ആർത്തിയും അഹങ്കാരവും തന്നെയാണ്. താൻ വന്ന വഴികൾ മറന്ന് യക്ഷയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവത്തിനോടുള്ള അവഗണന കൂടിയാണ് ഇത്രയും വലിയ തുക പ്രതിഫലമായി ആവശ്യപ്പെട്ട സംഭവം. വരാനിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ 16,000-ത്തിലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. മലയാള ദേശത്തിൻ്റെ തന്നെ നക്ഷത്ര തിളക്കമുള്ള ഈ സാംസ്കാരിക ഉത്സവത്തിന് വിദേശികൾ ഉൾപ്പെടെ കലോത്സവ നഗരിയിൽ പ്രേക്ഷകരായി എത്തുന്നത് ആയിരങ്ങളാണ്. ഏറ്റവും കൂടുതൽ കലാകാരന്മാർ ഒത്തുകൂടുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സർവ്വകലകളുടെയും സംഗമ വേദിയാണ് സംസ്ഥാന കലോത്സവം. ഇത്തരം ഒരു ഉജ്ജ്വല കലാവേദിയിൽ മിനിറ്റുകളുടെ മാത്രം ദൈർഘ്യമുള്ള ഒരു നൃത്തം, ഒരു ദിവസത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി നല്ല കലാകാരികളെ കൊണ്ട് ഈ ഒരു സ്വാഗത നൃത്തം ചിട്ടപ്പെടുത്താൻ. അതിന് പ്രതിഫലമായി 5 ലക്ഷം എന്ന ഭീമമായ തുക ആവശ്യപ്പെട്ടത് എത്ര വലിയ കലാകാരിയാണെങ്കിലും മലയാളി സമൂഹം ഇവരെ അർഹമായ അവഗണനയോടെ തള്ളിക്കളയണം. ഇത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു കേവല പരിപാടിയല്ല. രാഷ്ട്രീയ ഭേദമന്യേ കലാകേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾക്കായി മലയാള ദേശം ഒരുമിച്ചണിയിച്ചൊരുക്കുന്ന കലാവേദിയാണ്. അതിൽ ക്ഷണിക്കപ്പെടുക എന്നത് തന്നെ വലിയൊരു അംഗീകാരമായി കണക്കാക്കണം. നാമമാത്രമായ ഒരു ദക്ഷിണ വാങ്ങി അഭിമാനത്തോടെ നമ്മുടെ മക്കളെ നൃത്തം പരിശീലിപ്പിച്ച് അരങ്ങിൽ എത്തിക്കുക എന്നത് ഒരു ഉത്തമ കലാകാരിയുടെ ധർമ്മമാണ്. കല എന്നത് ഒരു ഉപജീവന ഉപാധി തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കല എന്ന ദൈവാനുഗ്രഹത്തെ പണത്തിനോടുള്ള അത്യാർത്തിയാൽ വിൽപ്പന ചരക്കാക്കി മാറ്റരുത്. പ്രേക്ഷകരുടെ അംഗീകാരമാണ് കലാകാരന്മാരുടെ ഉയർച്ചയും വളർച്ചയും സാമ്പത്തിക മേന്മയും. പ്രത്യേകിച്ച് സിനിമയിൽ ജീവിക്കാൻ വേണ്ടി വേദിയിൽ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്ന ആയിരക്കണക്കിന് ഉജ്ജ്വല കലാകാരികളുണ്ട് ഇവിടെ. അതിനിടയിൽ ഭാഗ്യം കൊണ്ടും അവസരങ്ങൾ കിട്ടിയതുകൊണ്ടും പ്രശസ്തിയും പണവും ഉണ്ടായപ്പോൾ നിങ്ങളാണ് ഈ ദേശത്തിൻ്റെ ഏറ്റവും വലിയ അഭിനേതാവും നർത്തകിയും എന്ന് ചിന്തിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പതനം വിദൂരമല്ല എന്നോർക്കണം. വേദിയിൽ നിങ്ങൾക്കായി കൈയടിച്ചവർ തന്നെ നിങ്ങളെ കൂവിയാർക്കുന്ന ദിനങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിവ് വരും. കല എന്ന ഈശ്വരീയ സിദ്ധിയിൽ അഹങ്കാരം ആകരുത് എന്ന വലിയ തിരിച്ചറിവ്.